ഈ ആസനം കുടലിൽ നിന്ന് കുടുങ്ങിയ വാതകം പുറത്തുവിടുന്നു. ഭക്ഷണത്തിനു ശേഷം വജ്രാസനം ദഹനത്തെ വേഗത്തിലാക്കുന്നു. ബാലാസനം വയറിലെ പേശികളിലെ പിരിമുറുക്കം കുറയ്ക്കുന്നു. ഉത്താൻപാദാസനം വിട്ടുമാറാത്ത മലബന്ധം ഒഴിവാക്കുന്നു. അർദ്ധഹലാസനം കുടൽ ശുദ്ധീകരണം എളുപ്പമാക്കുന്നു. പശ്ചിമോത്താനാസനം മലവിസർജന പ്രക്രിയയെ നിയന്ത്രിക്കുന്നു. ധനുരാസനം ദഹനവ്യവസ്ഥയുടെ പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നു. ഭുജംഗാസനം ആമാശയത്തിൽ നിന്ന് അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നു. സുപ്തവജ്രാസനം മലവിസർജനത്തിന്റെ വേഗത സന്തുലിതമാക്കുന്നു. പവൻമുക്താസനം കുടലിൽ നിന്ന് കുടുങ്ങിയ വാതകം പുറത്തുവിടുന്നു. വജ്രാസനം ഭക്ഷണത്തിനു ശേഷം ദഹനത്തെ ത്വരിതപ്പെടുത്തുന്നു. ബാലാസനം വയറിലെ പേശികളിലെ പിരിമുറുക്കം കുറയ്ക്കുന്നു. ഉത്താൻപാദാസനം വിട്ടുമാറാത്ത മലബന്ധം ഒഴിവാക്കുന്നു. അർദ്ധഹലാസനം ശുദ്ധീകരണം എളുപ്പമാക്കുന്നു. പശ്ചിമോത്താനാസനം മലവിസർജന പ്രക്രിയയെ നിയന്ത്രിക്കുന്നു. ധനുരാസനം ദഹനവ്യവസ്ഥയുടെ പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നു. ഭുജംഗാസനം ആമാശയത്തിൽ നിന്ന് അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നു. സുപ്തവജ്രാസനം മലവിസർജനത്തിന്റെ വേഗത സന്തുലിതമാക്കുന്നു. ഇത് സംഭവിക്കുന്നു. ഇടതു കൈ തൊടാൻ കഴിയില്ല, എന്റെ കൈ സ്പർശിക്കുന്നതുപോലെ. പക്ഷേ നിങ്ങളുടേത് സ്പർശിക്കുന്നില്ല, അതായത് നിങ്ങളുടെ താഴത്തെ പുറം, തോൾ, ഈ വെളിച്ചം എന്നിവ അമിതമായ വ്യായാമം. എന്റെ കൈ സ്പർശിക്കുന്നതുപോലെ, പക്ഷേ നിങ്ങളുടേത് സ്പർശിക്കുന്നില്ല, അതായത് നിങ്ങളുടെ താഴത്തെ പുറം, തോൾ, ഈ വെളിച്ചം എന്നിവ അമിതമായ വ്യായാമം കാരണം വളരെ കഠിനമായിരിക്കുന്നു. ഇതിന് രണ്ട് കാരണങ്ങളുണ്ടാകാം. നിങ്ങൾ അമിതമായി വ്യായാമം ചെയ്യുക അല്ലെങ്കിൽ ശരിയായ വാമപ്പ് ചെയ്യുന്നില്ല. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പുറം, തോളുകൾ എന്നിവയ്ക്കായി 4 സ്ട്രെച്ചിംഗ് വ്യായാമങ്ങൾ പറയും. അത് പിന്തുടർന്നാൽ എനിക്ക് എളുപ്പമാകും. ശരി. അപ്പോൾ ആദ്യ വ്യായാമത്തിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ വ്യായാമം ചെയ്യാൻ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ഇത് ചെയ്യണം. നിങ്ങളുടെ തോളുകൾ ഇതുപോലെ പിന്നിലേക്ക് തള്ളുക. മുന്നിൽ നിന്ന് നെഞ്ച് നോക്കുക. നിങ്ങളുടെ നെഞ്ച് മുന്നോട്ടും തോളുകൾ പിന്നിലേക്കും വയ്ക്കുക. നിങ്ങൾ ഇത് 12 ആവർത്തനങ്ങൾ ചെയ്യണം. 4 സെറ്റുകൾ, ശരിയാണോ? ഇപ്പോൾ ഇത് പിന്നിലേക്ക്, ഇതുപോലെ പിന്നിലേക്ക്. നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ എന്റെ തോളിലും പുറകിലും ഒരു നീറ്റൽ അനുഭവപ്പെടുന്നു. നിങ്ങൾ ഈ 2 വ്യായാമങ്ങൾ പിന്തുടരേണ്ടതുണ്ട്. 15 മുതൽ 20 വരെ ആവർത്തനങ്ങൾ ചെയ്യുക. രണ്ടാമത്തെ വ്യായാമത്തിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കൈകൾ ഇതുപോലെ തോളിൽ വയ്ക്കുക. വിരൽത്തുമ്പുകൾ മാത്രം ഇതുപോലെ തിരിക്കുക, ശരിയാണോ? നിങ്ങളുടെ കൈമുട്ടുകൾ പരസ്പരം അടുത്ത് വയ്ക്കുക. കൈമുട്ടുകൾ എങ്ങനെ നീങ്ങുന്നുവെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? ഇതുപോലെ ഒരു പൂർണ്ണവൃത്തം ഉണ്ടാക്കണം. അവയെ ഉയർത്തിക്കൊണ്ടുപോയി ഒരു പൂർണ്ണവൃത്തം ഉണ്ടാക്കണം. 12 ആവർത്തനങ്ങൾ, 4 സെറ്റുകൾ ചെയ്യുക. പിന്നെ എതിർവശത്ത് നിന്ന് മുന്നിൽ നിന്ന് പിന്നിലേക്ക്, മുന്നിലേക്ക് പിന്നിലേക്ക്, അത് പിന്നിലേക്ക് മാറ്റുക. അതിനാൽ ഞാൻ ഇത് മുന്നിൽ നിന്ന് പിന്നിലേക്ക് ചെയ്യുമ്പോൾ എന്റെ പുറകിലും തോളിലും ഉള്ള നീട്ടലും പിരിമുറുക്കവും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ രീതിയിൽ എന്റെ പേശികൾ മുറുകിയിട്ടുണ്ടെങ്കിൽ അവ ചൂടാകുകയും ശരിയായി തുറക്കുകയും ചെയ്യും. നിങ്ങൾ ഇത് 4 സെറ്റുകൾ ചെയ്യേണ്ടതുണ്ട്. 12 മുതൽ 15 വരെ ആവർത്തനങ്ങൾ. അടുത്ത വ്യായാമം എന്താണ്? നിങ്ങൾ ഇത് മാറി മാറി ചെയ്യണം. ഇതുപോലെ പ്രയോഗിക്കണം. നിങ്ങളുടെ തോളുകൾ ഇതുപോലെ ഉയർത്തണം. നിങ്ങളുടെ തോളുകൾ കടുപ്പമുള്ളതോ വളരെ ഇറുകിയതോ ആണെങ്കിൽ ഇത് നിങ്ങളുടെ തോളുകൾക്കുള്ളതാണ്. നിങ്ങൾ ഇത് 4 സെറ്റുകൾ, 12 മുതൽ 15 വരെ ആവർത്തനങ്ങൾ ചെയ്യേണ്ടതു. അവയെ ഇങ്ങനെ സ്പർശിക്കുക. അവ സ്പർശിക്കുന്നുണ്ടോ നോക്കൂ. നിങ്ങളുടെ പുറം പേശി മുഴുവൻ തുറക്കും. വശത്ത് നിന്ന് നോക്കൂ. നിങ്ങൾക്ക് അത് കാണാൻ കഴിയുമോ? നിങ്ങൾക്ക് ഇത് വശത്ത് നിന്ന് പൂർണ്ണമായും കാണാൻ കഴിയും. ഇതുപോലെ പൂർണ്ണമായും നീട്ടിയിരിക്കുന്നു. അതിനാൽ നിങ്ങൾ ഇതിൽ 4 സെറ്റുകൾ കൂടി ചെയ്യേണ്ടതുണ്ട്. 15 മുതൽ 20 വരെ ആവർത്തനങ്ങൾ. നിങ്ങൾ ഈ വ്യായാമങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പേശികൾ